ഗൈസ്, അപ്പം നമ്മുടെ വാഗമൺ ട്രിപ്പിലെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണിൽ ടീ ലേക്ക് എന്ന് പറഞ്ഞൊരു റിസോർട്ടല്ല ടീ ലേക്ക് എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. അവിടെ ഇങ്ങനെ കയാക്കിങ്, പെഡൽ ബോട്ടിങ്, അങ്ങനെ സംതിങ് ലൈക്ക് അങ്ങനത്തെ ബോട്ടിങ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചൂസ് ചെയ്തത് കയാക്കിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കയാക്കിങ്ങിൽ കയറാൻ നല്ല രീതിക്കുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കൊട്ട ദേഷ്യം എൻ്റെ മുഖത്തുണ്ട്. കാരണം എനിക്ക് പേടി, എനിക്ക് ഭയങ്കര പേടി. ഇത് കിടന്ന് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കാം. അപ്പം നമുക്ക് നല്ല രീതിക്ക് പേടിയാവും. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇത് മറിഞ്ഞ് വീഴുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസിലൊക്കെ. അപ്പം എൻ്റെ ഉള്ളിൽ അതാണ്, ഇത് മറിയോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പം എൻ്റെ മുഖം കടന്നൽ ഉത്തരിയിരിക്കുന്ന ആ ഒരു പേടി ഉള്ളിലുള്ളതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എനിക്ക് പേടിയായതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇറങ്ങിയിട്ടോ. പിന്നെ അവനാണ് കയറിയത്. അവൻ ഒറ്റയ്ക്ക് തുഴഞ്ഞ് നിന്നു. എനിക്ക് നല്ല രീതിക്കുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട്, പക്ഷേ അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ. ഇത് നമ്മൾ ഈ ഒരു ഇതും കൊണ്ട് അങ്ങ് അറ്റം വരെ പോയായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എനിക്ക് കൂടുതൽ എടുക്കാൻ പേടിയുണ്ടായിരുന്നു. കാരണം ഇതിൽ കൈയും കാലും വെക്കുമ്പോഴത്തേന് ഈ സാധനം കിടന്നിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും കൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ടാണ് പോയത്. നല്ല രീതിക്കുള്ള വിശപ്പുണ്ടായിരുന്നു. അവൻ ബിരിയാണി, ഞാൻ ചോറുമാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ് ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ജസ്റ്റ് വെറുതെ കോടയൊക്കെ കണ്ടപ്പോഴത്തേനും റൈഡ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൈഡ് ഇടുന്നതാണ് കേട്ടോ കാണുന്നത്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഈവനിങ്ങിൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4 മണി 4 ടൈമാണ് ഏകദേശം. പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേനും നല്ല രീതിക്കുള്ള കോടയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇതേപോലെ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. കോട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അതുപോലെ കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ട് വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പാർട്ട് 4 വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.